മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം അല്ലാഹു വിവരിക്കുകയാണ്. സമൂദ് ഗോത്രത്തിലേക്ക് നിയോഗിക്കപ്പെട്ട മഹാനായ നബിയുല്ലാഹി സ്വാലിഹ് അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയാ. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരുമ്പോ അല്ലാഹുവിനെ കുറിച്ച് പറയുമ്പോ പരലോകത്തെ കുറിച്ച്, സ്വർഗ്ഗത്തെ കുറിച്ച്, തൗഹീദിനെ കുറിച്ച് പറയുന്ന വേളയിൽ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ എല്ലാവരും എതിർക്കുകയാണ്. അവസാനമതാ സ്വാലിഹിനെ വെല്ലുവിളിക്കുകയാണ്. സ്വാലിഹേ, നീ പറയുന്ന ദൈവമുണ്ടെങ്കിൽ, നീ പറയുന്ന ഏകശക്തിയായ തൗഹീദിന്റെ ഉടമയായ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നൊരു ദൈവമുണ്ടെങ്കിൽ ഈ പാറക്കെട്ടുകൾക്കിടയിൽ നിന്നൊരൊട്ടകത്തെ കൊണ്ടുവരാൻ കഴിയുമോ സ്വാലിഹേ? അതാ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വെല്ലുവിളിക്കുമ്പോ അതാ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അല്ലാഹു മുഅ്ജിസത്ത് നൽകുകയാ. അല്ലാഹുവിന്റെ ഖുദ്റത്ത് അവിടെ വെളിവാകുകയാണ്. അതാ ഒട്ടകത്തിന്റെ കാണുകയാ. കരിമ്പാറ കെട്ടുകൾക്കിടയിൽ നിന്ന് പാൽ ചുരത്തുന്ന ഒട്ടകത്തെ അല്ലാഹു കൊണ്ടുവരികയാണ്. ആ ഒട്ടകത്തെ കുറിച്ചാണ് അല്ലാഹു പറഞ്ഞത്, അല്ലാഹുവിന്റെ ഒട്ടകം, അല്ലാഹുവിന്റെ ഒട്ടകമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറഞ്ഞ മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിലെ ഒട്ടകം. ആ ഒട്ടകത്തെ പറ്റിയുള്ള പരിശുദ്ധമായ ഖുർആന്റെ വിവരണങ്ങൾ പറയുമ്പോ എന്തുകൊണ്ടാണ് അല്ലാഹു സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ നശിപ്പിച്ചു കളഞ്ഞത്? എന്തിനാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിന്മേൽ അതിഭീകരമായ ശിക്ഷ ഇറങ്ങാനുള്ള കാരണങ്ങൾ പലതാണ്. അതിലൊരു കാരണമായി അല്ലാഹു പറയുന്ന കാരണമേതെന്നറിയുമോ? വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. അല്ലാഹു പറയുകയാണ്, സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തെ നശിപ്പിക്കാനുള്ള കാരണമെന്താ? വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. തിന്മകൾക്ക് വേണ്ടി, മോശത്തരങ്ങൾക്ക് വേണ്ടി, ലഹരിക്ക് വേണ്ടി, വ്യഭിചാരത്തിനു വേണ്ടി കൂട്ടുകൂടിയ 9 കൂട്ടുകാരാ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ മോശത്തരങ്ങളുടെ പേരിലാണ് എല്ലാ മോശത്തരങ്ങൾക്കും കാരണക്കാരായിരുന്നവർ, എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന 9 പേരടങ്ങുന്ന ഒരു കൂട്ടുകാരുടെ സംഘം സമൂദ് ഗോത്രത്തിലുണ്ടായിരുന്ന കാരണത്താലാണ് ആ സമുദായത്തെ അല്ലാഹു നശിപ്പിച്ചു കളഞ്ഞതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അവരാണ് സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒട്ടകത്തെ കൊന്നുകളഞ്ഞത്. ആ ഒട്ടകത്തെ കൊന്നുകളഞ്ഞപ്പോ, ആ 9 കൂട്ടുകാര് ചേർന്ന് കൊന്നുകളഞ്ഞപ്പോ അതാ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിഭീകരമായ ശിക്ഷയോടെ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു കളയുകയാ. അതുകൊണ്ടൊരു നാട്ടില് കൂട്ടുകാര് മോശമായി കഴിഞ്ഞാൽ അവിടുത്തെ കൂട്ടുകെട്ടുകൾ ലഹരിക്ക് വേണ്ടിയാണെങ്കിൽ, അവിടുത്തെ കൂട്ടുകെട്ടുകളും മദ്യത്തിനു വേണ്ടിയാണെങ്കിൽ, വിചാരത്തിനു വേണ്ടിയാണെങ്കിൽ, മോശത്തരങ്ങൾക്ക് വേണ്ടിയാണെങ്കിൽ അവിടെ അല്ലാഹുവിന്റെ കോപമുണ്ടാകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മഹാനായ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂഹത്തെ, സമുദായത്തെ നശിപ്പിച്ചു കളയാനുള്ള കാരണം അല്ലാഹു പറയുകയാണ്. സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമൂദ് ഗോത്രത്തെ അല്ലാഹു നശിപ്പിച്ചു കളയാനുള്ള പല കാരണങ്ങൾ അല്ലാഹു പറയുമ്പോ അതിലൊരു കാരണമായി അല്ലാഹു പറയുന്നു, വകാന ഫിൽ മദീനതി തിസ്അതു റഹ്തിൻ യുഫ്സിദൂന ഫിൽ അർളി വലാ യുസ്ലിഹൂൻ. എല്ലാ മോശത്തരങ്ങൾക്കും ചുക്കാൻ പിടിച്ചിരുന്ന, എല്ലാ കൊള്ളരുതായ്മകൾക്കും, എല്ലാ തെമ്മാടിത്തരങ്ങൾക്കും, എല്ലാ അക്രമങ്ങൾക്കും, എല്ലാ മോശത്തരങ്ങൾക്കും മുന്നിൽ നിന്നിരുന്ന 9 പേരടങ്ങുന്ന ഒരു കൂട്ടുകാരവിടെ ഉണ്ടായിരുന്നു, ആ നാട്ടിലുണ്ടായിരുന്നു. അവരുടെ പേരിലാണ് അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അതിഭീകരമായ ശിക്ഷ സ്വാലിഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ സമുദായത്തിൽ വന്ന് പതിച്ചത് എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് നമ്മുടെ ഇടയിലുള്ള സൗഹൃദങ്ങൾ നന്നാവണം. എന്ന് ഏറ്റവും വലിയ ശാപം എന്താ?
ഇന്ന് നമ്മുടെ നാട്ടിലെ സൗഹൃദങ്ങൾ തകരുകയാണ്. ഇന്ന് കാലുഷ്യത്തിന്റെ കെട്ടകാലമായി ലോകം മാറിക്കൊണ്ടിരിക്കുന്നു. പരസ്പരമുള്ള സൗഹാർദ്ദങ്ങളെല്ലാം തകർന്ന് മതത്തിന്റെ പേരിൽ, ജാതീയതയുടെ പേരിൽ, വിഭാഗീയതയുടെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ അങ്ങനെ പരസ്പരമുള്ള വിദ്വേഷങ്ങൾ ഇങ്ങനെ വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന വല്ലാത്ത മോശമായ ഒരു കാലഘട്ടത്തിന്റെ നടുവിലൂടെ നമ്മൾ കടന്നു പോകുമ്പോ നമ്മുടെ പഴയ സൗഹൃദങ്ങളെ, നമ്മുടെ പഴയ സുന്ദരമായ സൗഹൃദത്തിന്റെ മനോഹര നിമിഷങ്ങളെ അതിനെയെല്ലാം വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. അതിനെ വീണ്ടെടുക്കാൻ നമുക്ക് കഴിയണം. പരിശുദ്ധമായ റമദാൻ മാസം കടന്നു വരുമ്പോ പലപ്പോഴും സൗഹാർദ്ദത്തിന്റെ ഇഫ്താർ സംഗമങ്ങൾ സംഘടിക്കപ്പെടാറുണ്ട്. അതെല്ലാം സൗഹാർദ്ദത്തിന്റെ മനോഹരമായ സന്ദേശങ്ങളെയാണ് പകർന്നു നൽകുന്നത്. ഇതര മതസ്ഥരെയെല്ലാം ഒരുമിച്ച് കൂട്ടി ക്രൈസ്തവനെയും ഹൈന്ദവനെയും എല്ലാം ചേർത്ത് നിർത്തി തോളോട് തോൾ ചേർന്നുകൊണ്ടുള്ള ഇഫ്താർ സംഗമങ്ങൾ പരിശുദ്ധമായ റമദാനിൽ നടക്കുമ്പോ അതെല്ലാം ആ കടന്നുപോയ സൗഹൃദങ്ങളെ കുറിച്ചുള്ള സുന്ദരമായ ഓർമ്മപ്പെടുത്തലുകളാണ്. ആ സൗഹൃദങ്ങളാണ് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരേണ്ടത്. നമ്മുടെ നാട് നന്നാവണമെങ്കിൽ, നമ്മുടെ നാടിന്റെ അന്തരീക്ഷങ്ങൾ സമാധാനത്തിലാവണമെങ്കിൽ, സമാധാനത്തിന്റെ സുന്ദരമായ നിമിഷങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരണമെങ്കിൽ, ഈ കാലുഷ്യത്തിന്റെ കലികാലങ്ങൾ അവസാനിക്കണമെങ്കിൽ പഴയ സൗഹൃദങ്ങൾ കിടന്നു വരണം. അതിനുള്ള മുൻകൈ നമ്മൾ എടുക്കണം. അതിനുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയണം. കഴിഞ്ഞ ദിവസം നടന്ന തമിഴ്നാട്ടിൽ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു ഇഫ്താർ സംഗമമുണ്ട്. TVK എന്ന് പറയുന്ന തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ സ്ഥാപകനായ വിജയ് എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാവ്, അദ്ദേഹം നടത്തിയ 15ഓളം പള്ളികളിൽ നിന്ന് ഇമാമിങ്ങളെയും 3000ഓളം ആളുകളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് അദ്ദേഹം നടത്തിയ ഒരു ഇഫ്താർ സംഗമം എത്രയോ മനോഹരമായ സന്ദേശമാണ്. എത്രയോ മനോഹരമായ സന്ദേശമാണ്. അദ്ദേഹം ഒരു മുസ്ലിമല്ല, അദ്ദേഹം ഒരു മുസ്ലിമല്ല. പക്ഷേ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള 3000ഓളം വരുന്ന വിശ്വാസികളെ ഒരുമിച്ച് കൂട്ടിയിട്ട് ഇഫ്താറിന്റെ സംഗമം നടത്തുമ്പോ അതെത്രയോ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ്. എത്രയോ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ പഴയകാലത്തെ സുന്ദരമായ സൗഹൃദങ്ങളുടെ മനോഹരമായ നിമിഷങ്ങൾ നമുക്ക് പകർന്നു നൽകുന്ന എത്രയോ മനോഹര സന്ദേശമാണത്. 1000 പ്രഭാഷണങ്ങളെക്കാൾ അർത്ഥവ്യാപ്തിയുള്ള ഒത്തുചേരലാണത്. 1000 പ്രഭാഷണങ്ങളെക്കാൾ അർത്ഥവ്യാപ്തിയുണ്ട്. കാരണം എത്രയോ മനോഹരമായ നിമിഷങ്ങൾ മതത്തിന്റെ, ജാതീയതയുടെയും എല്ലാം വേലിക്കെട്ടുകൾ മറന്നുകൊണ്ട്, അതെല്ലാം വേലിക്കെട്ടുകൾ മറന്നുകൊണ്ട് സൗഹൃദത്തിന്റെ ഒരു ഒത്തുചേരലായി മാറുമ്പോ എന്തുകൊണ്ടാണ് ഇതിന് സാധ്യമാകുന്നതെന്താ? എന്തുകൊണ്ടാണ് അങ്ങനെയുള്ള ഇഫ്താർ സംഗമം സംഘടിപ്പിക്കാൻ തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ നേതാവായ വിജയിക്ക് സാധിച്ചതെന്താ? ഞാനൊരു ക്രൈസ്തവനാണ്, ഞാനൊരു ഹൈന്ദവനാണ്, അവൻ മുസ്ലിമാണ്. പക്ഷേ അതിനേക്കാളെല്ലാം ഉപരി, അതിന്റെ എല്ലാം അപ്പുറത്ത് ഞങ്ങളും മനുഷ്യരാണ്. ഞങ്ങളും മനുഷ്യരാണ്. പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, പരസ്പരം ബഹുമാനിക്കേണ്ടവരാണ്, പരസ്പരം സൗഹൃദം പങ്കിടേണ്ടവരാണ്, പരസ്പരം കണ്ണീരൊപ്പേണ്ടവരാണ്, പരസ്പരം സാന്ത്വനമാകേണ്ടവരാണ്, പരസ്പരം തണലാകേണ്ടവരാണ്. ഞങ്ങൾ മനുഷ്യരാണ് എന്നുള്ള ബോധമാണ്. ആരാണ് മനുഷ്യനാരാ? മനോഹരമായ ആരെയും ആകർഷിക്കുന്ന മുഖലാവണ്യമുണ്ടെങ്കിൽ ഒരാൾ മനുഷ്യനായി മാറില്ല. ആരെയും ആകർഷിപ്പിക്കുന്ന സുന്ദരമായ വസ്ത്രം ധരിച്ചാൽ ഒരാളും മനുഷ്യനായി മാറില്ല. ആലങ്കാരികമായ ചമൽക്കാരങ്ങൾക്ക് പുറമെ മനുഷ്യനെ സ്നേഹിക്കാൻ കഴിയണം. സ്നേഹത്തിന്റെ ആർദ്രതയുടെ, കരുണയുടെ മനോഹരമായ സുന്ദരമായ നിമിഷങ്ങളെ മറ്റുള്ളവർക്ക് എപ്പോഴാണോ പകർന്നു നൽകാൻ കഴിയുന്നത്, അപ്പോഴാണ് ഒരാൾക്ക് മനുഷ്യനായി മാറാൻ കഴിയുക. ആ മനുഷ്യനായി മാറുക എന്നുള്ള സന്ദേശമാണ് ഇതേപോലെയുള്ള സൗഹാർദ്ദത്തിന്റെ ഇഫ്താറുകൾ നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് നമ്മുടെ പഴയകാല സൗഹൃദങ്ങൾ കിടന്നു വരണം. സുന്ദരമായ സൗഹൃദങ്ങൾ ഏറ്റവും വലിയ മനോഹര നിമിഷങ്ങളായി മാറണം. അങ്ങനെയുള്ള സൗഹൃദങ്ങളിലേക്ക് നമ്മുടെ നാട് നീങ്ങണം. അപ്പോഴാണ് സമാധാനത്തിന്റെ സുന്ദരമായ ഒരു അന്തരീക്ഷം സംജാതമാവുക. അങ്ങനെയുള്ള സൗഹൃദത്തിന്റെ സംഗമങ്ങൾ നമ്മൾ ഉണ്ടാവണം. ഇന്ന് എത്രയോ വലിയ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് കാലം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മതത്തിന്റെ പേരിൽ, ജാതീയതയുടെ പേരിൽ എത്രയെത്രയോ കൊള്ളകൾ, എത്രയെത്രയോ കൊലപാതകങ്ങൾ, എത്രയെത്രയോ വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ പ്രചാരണങ്ങൾ, സംസാരങ്ങൾ. അതിന്റെ എല്ലാം നടുവിൽ മതം പറഞ്ഞുകൊണ്ട് മനുഷ്യന് മതമിളകുന്ന ഈ കാലുഷ്യത്തിന്റെ കാലത്ത് സൗഹാർദ്ദത്തിന്റെ
സുന്ദരമായ മാനവ ഐക്യത്തിന്റെ മനോഹരമായ നിമിഷങ്ങളെ പകർന്നു നൽകുന്ന ഇഫ്താർ സംഗമങ്ങൾ അത് എത്രയോ വലിയ മനോഹരമായ അർത്ഥവ്യാപ്തിയുള്ള സന്ദേശമാണ്. അതാണ് ഞാൻ പറഞ്ഞത്. തമിഴ്നാട് വെട്രിക്കഴകത്തിന്റെ നേതാവായ വിജയ് അദ്ദേഹം 3000-ഓളം ആളുകളെയും 15ഓളം പള്ളികളിലെ ഇമാമിയങ്ങളെയും ക്ഷണിച്ചുകൊണ്ട് നടത്തിയ ഇഫ്താർ സംഗമം അതേപോലെ മനോഹരമായ സൗഹാർദ്ദത്തിന്റെ സുന്ദരമായ സന്ദേശമാണ്. മതത്തിനപ്പുറം, ജാതിക്കപ്പുറം, കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം, വർണ്ണവർഗ വൈജാത്യങ്ങൾക്കപ്പുറം മനുഷ്യനായി നമുക്ക് ചേർന്നിരിക്കാൻ കഴിയണം, നമുക്ക് ഒത്തുചേരാൻ കഴിയണം. പരസ്പരം സ്നേഹത്തോടെ, ആർദ്രതയോടെ, അനുകമ്പയോടെ, ബഹുമാനത്തോടെ, സാഹോദര്യത്തോടെ, സൗഹാർദ്ദത്തോടെ നമുക്ക് ചേർന്നിരിക്കാൻ കഴിയണമെന്നുള്ള മനോഹരമായ ഒരു സുന്ദരമായ സന്ദേശമാണ് അദ്ദേഹം തന്റെ ഇഫ്താർ സംഗമത്തിലൂടെ, അദ്ദേഹം നടത്തിയ ഇഫ്താർ സംഗമത്തിലൂടെ ലോകത്തിന് കൈമാറിയത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതുപോലെ സത്യത്തെ സത്യമായി, സൗഹൃദങ്ങളെ സൗഹൃദമായി, യഥാർത്ഥ അർത്ഥവും ആശയവും ഉൾക്കൊണ്ടുകൊണ്ട് കാര്യങ്ങളെ വിലയിരുത്തുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.